നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് പണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, പണം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നീ കാര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ കടന്നു വരുന്നില്ല എന്നുള്ളത്. ഇത് ഒരു പരിധിവരെ യാഥാർത്ഥ്യമാണ്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. കുടുംബത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കുട്ടി ശിശുവായിരിക്കുന്ന കാലഘട്ടം മുതൽ പഠിക്കുന്നുണ്ട്. മൂല്യങ്ങൾ പഠിക്കുന്നു, തെറ്റും ശരിയും തിരിച്ചറിയാൻ പഠിക്കുന്നു, ഡൈനിങ് ടേബിളിലെ മാനേഴ്സ് എങ്ങനെയാണെന്ന് പഠിക്കുന്നു, മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുന്നു, നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, അതുപോലെ നമ്മൾ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നീ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ട് അഭ്യസിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ, പണം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ, പണം ഉണ്ടാക്കേണ്ടത് എങ്ങനെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളുടെ ബാലപാഠങ്ങൾ തീർച്ചയായിട്ടും അഭ്യസിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. ഇത്തരത്തിലുള്ള സാമ്പത്തിക വിദ്യാഭ്യാസം അച്ഛനമ്മമാർ കുട്ടികൾക്ക് നൽകണം. 3 വയസ്സ് മുതൽ ഇതൊക്കെ കുട്ടിയെ ശീലിപ്പിച്ചു തുടങ്ങാം. ഇത്തരത്തിലുള്ള സാമ്പത്തിക വിദ്യാഭ്യാസം കുട്ടിക്ക് എപ്പോൾ നൽകണം, എങ്ങനെ നൽകണം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഞാൻ നേരത്തെ പറഞ്ഞു 3-ാം വയസ്സു മുതൽ കുട്ടി സാമ്പത്തിക വിദ്യാഭ്യാസത്തിലേക്കുള്ള ചുവടുകൾ വെച്ചു തുടങ്ങണം. കുട്ടിയുടെ ഈ പഠനത്തിലെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ 1-ാമത്തെ സ്റ്റേജിൽ പണവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടി പരിശീലിക്കേണ്ടത്. എന്താണ് പണം എന്ന് തിരിച്ചറിയാൻ കുട്ടിക്ക് സാധിക്കണം. കോയിൻസ്, നോട്ട്സ് ഇതൊക്കെ തിരിച്ചറിയുകയും അവയുടെ മൂല്യം മനസ്സിലാക്കുകയും അതൊന്നും കളിപ്പാട്ടങ്ങളല്ല, മൂല്യമുള്ള സംഗതികളാണ്. ഇങ്ങനെ പണം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് സ്നാക്സ് ആണെങ്കിലും ടോയ്സ് ആണെങ്കിലും ഒക്കെ പണം കൊടുത്താലേ കിട്ടൂ എന്നൊരു ബോധം, അതായത് പണത്തിന്റെ ഒരു മൂല്യം എത്രയാണ് എന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം കുട്ടിയുടെ മനസ്സിലേക്ക് എത്തണം. അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോകുന്നത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ്. പണത്തിന് നിർണായകമായ ഒരു സ്വാധീനം നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്ന കാര്യം കുട്ടി മനസ്സിലാക്കണം. അതിനപ്പുറത്തേക്ക് നീഡ്സും വാൺസും ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു പ്രായത്തിൽ ചെറിയ രീതിയിൽ കുട്ടി അഭ്യസിക്കണം. ഇപ്പോൾ സപ്പോസ് നീഡ്സ്, കുട്ടിയുടെ സ്നാക്സ് അവൻ്റെ നീഡ് ആണ് എന്നും അത് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഇനി അവൻ ഇഷ്ടപ്പെട്ട ഒരു ടോയ് അത് അവൻ്റെ വാണ്ട് ആണ്, അവൻ്റെ ആഗ്രഹമാണ് എന്നും ആദ്യം പണം ചെലവഴിക്കേണ്ടത് നീഡ്സിന് വേണ്ടിയാണ് എന്നും പിന്നീട് മാത്രമാണ് വാൺസിന് വേണ്ടി പണം മുടക്കേണ്ടത് എന്നുമുള്ള കാര്യം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കുട്ടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. പണം സൂക്ഷിക്കേണ്ടതിൻ്റെ, പണം സേവ് ചെയ്യേണ്ടതിൻ്റെ അടിസ്ഥാന പാഠങ്ങളും ഈ ഒരു സ്റ്റേജിൽ തന്നെ കുട്ടിയെ അഭ്യസിപ്പിക്കാവുന്നതാണ്. പലപ്പോഴും ചെറിയ ചെറിയ തുകകളൊക്കെ കുട്ടികൾക്ക് കിട്ടാറുണ്ട്. ഗ്രാൻഡ് പാരൻസ് അങ്ങനെയുള്ള ബന്ധുക്കളൊക്കെ ചെറിയ ചെറിയ തുകകളൊക്കെ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെറിയ തുകകളൊക്കെ കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുന്ന തുകകൾ ഈ കുടുക്കകത്തൊക്കെ ഇട്ട് സൂക്ഷിക്കുന്ന ഒരു ശീലം കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ സമ്പാദ്യശീലത്തിന്റെ ആദ്യപടി നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടിയെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 2-ാമത്തെ സ്റ്റേജ് ആണ് 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് അറിയപ്പെടുക. ഈ ഒരു കാലഘട്ടത്തിൽ പണം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതുപോലെ പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നിവയുടെ അടിസ്ഥാന പാഠങ്ങളാണ് കുട്ടി പഠിക്കേണ്ടത്. 1-ാമത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ കുട്ടിക്ക് കുടുക്ക എന്ന് പറയുന്ന സാധനം പരിചയപ്പെടുത്തിയിരുന്നു. ഇനി ഈ സ്റ്റേജിലേക്ക് വരുമ്പോഴും കുടുക്ക അവിടെ ഉണ്ടാകട്ടെ. ഈ സ്റ്റേജിൽ നമ്മൾ കുട്ടികൾക്ക് ചെറിയ ചെറിയ വീട്ടിലെ ജോലികളൊക്കെ ഏൽപ്പിക്കുകയും അങ്ങനെ ആ ജോലികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വളരെ ചെറിയ തുകകൾ കുടുക്കയിലേക്ക് ഇടുന്നതിന് വേണ്ടി കൊടുക്കുകയും ചെയ്യാം. ഇവിടെ കുട്ടി ഇൻഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്താലാണ് നമുക്ക് പണം ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുക. പണം ചുമ്മാ കിട്ടുന്ന ഒരു സംഗതിയല്ല. പല കുട്ടികളുടെ ഒരു ധാരണയുണ്ട് ഈ പണം എന്ന് പറയുന്നത് ATM കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ എടുത്തുകൊണ്ട് പോരാൻ പറ്റുന്ന സാധനമാണെന്ന്. അങ്ങനെയല്ല എന്ന ഒരു യാഥാർത്ഥ്യം കുട്ടിയുടെ മനസ്സിലേക്ക് എത്തണം. അതുപോലെ കുട്ടിക്ക് പല ആഗ്രഹങ്ങളും നമ്മളോട് പറയും. എനിക്ക് ഇന്ന സാധനം വാങ്ങണം, ഇന്ന കളിപ്പാട്ടം വാങ്ങണം എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്.
അപ്പൊ നമുക്ക് കുട്ടിയോട് പറയാം, കിട്ടുന്ന പണമൊക്കെ എന്ത് ചെയ്യുക, കുടുക്കയിലേക്ക് ഇടുക. കുടുക്കയിലിടുന്ന പണം എന്തിനു വേണ്ടിയാണ്? ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ഗോൾസിന് വേണ്ടിയാണ്, ആ പ്രത്യേക ടോയ് മേടിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള സേവിങ്സിന്റെ ആദ്യ പാഠങ്ങൾ കുട്ടി പഠിക്കുന്നു. ആ ഒരു എമൗണ്ടിലേക്ക് കുടുക്കയിലെ പണം എത്തിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിക്ക് നമുക്ക് ആ ഒരു ടോയ് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ആ സാധനം അത് മേടിച്ചു നൽകാവുന്നതാണ്. അതോടൊപ്പം ബുദ്ധിപരമായി ചെലവഴിക്കേണ്ട ഒരു സാധനമാണ് പണം എന്ന യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാന പാഠങ്ങളും കുട്ടി അഭ്യസിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ 100 രൂപ ചിലവാക്കുമ്പോൾ ആ 100 രൂപയുടെ മൂല്യം നമ്മളിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ് ബുദ്ധിപരമായി പണം ചെലവാക്കുന്നതിന്റെ ബാലപാഠം. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കുട്ടിയെ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആണ് 11 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് നമ്മളിവിടെ തേർഡ് സ്റ്റേജ് ആയിട്ട് പരിഗണിക്കുക. ഈ ഒരു കാലഘട്ടത്തിലാണ് സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ കുട്ടി മനസ്സിലാക്കേണ്ടത്. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി കുട്ടിയിൽ ബിൽഡ് ചെയ്യപ്പെടേണ്ടത് ഈ ഒരു സമയത്താണ്. ഈ ഒരു സമയത്ത്, ഈ ഒരു പ്രായത്തില് കുട്ടികൾക്ക് വേണ്ടിയുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. അത്തരം ഒരു ബാങ്ക് അക്കൗണ്ട് കുട്ടിയുടെ പേരിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതിലൂടെ ബാങ്കിങ് സംവിധാനത്തിന്റെ ആദ്യ പാഠങ്ങൾ കുട്ടിയിലേക്ക് എത്തും. കുടുക്ക എന്ന കൺസെപ്റ്റ് മാറി നമുക്ക് എങ്ങോട്ട് പോകാം? ബാങ്കിലേക്ക് പോകാം. അതുപോലെ നമ്മുടെ സ്പെൻഡിങ് ട്രാക്ക് ചെയ്യപ്പെടേണ്ടതാണ് എന്നൊരു ബോധ്യം കുട്ടിക്ക് ഉണ്ടാക്കണം. ഇപ്പൊ നമ്മൾ കുട്ടി സ്വരുക്കൂട്ടിയ പണം കൊണ്ട് പല സാധനങ്ങളും ഒക്കെ വാങ്ങാറുണ്ട്. അതൊക്കെ ചുമ്മാ ഒന്ന് എഴുതി വെപ്പിക്കുക. 100 രൂപയ്ക്ക് ഇന്ന സാധനം മേടിച്ചു, 150 രൂപയ്ക്ക് ഇന്ന സാധനം മേടിച്ചു, കുടുക്കയിലിട്ട് സമ്പാദിച്ച പൈസ ആയിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്പെൻഡിങ് ട്രാക്ക് ചെയ്യപ്പെടേണ്ടതിന്റെ ആവശ്യകത കുട്ടിയിലേക്ക് എത്തുന്നു. അവൻ അതിന്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്നു. നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കുട്ടിയെ കൂടെ കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതിന്റെ ക്വാളിറ്റിക്കൊപ്പം തന്നെ അതിന്റെ പ്രൈസും പരിഗണിക്കുന്നു എന്ന കാര്യം കുട്ടിയെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഒരു ഉൽപ്പന്നം നമ്മൾ മേടിക്കുമ്പോൾ ക്വാളിറ്റി നമ്മൾ നോക്കും, അതോടൊപ്പം തന്നെ അതിന്റെ പ്രൈസ്. ഇപ്പം വിവിധ കമ്പനികളുടെ സെയിം പ്രൊഡക്റ്റ് ഉണ്ട് എങ്കിൽ അവയുടെ ക്വാളിറ്റി കമ്പയർ ചെയ്യുന്നു, അതോടൊപ്പം അവയുടെ പ്രൈസും കമ്പയർ ചെയ്യുന്നു. എന്നിട്ടാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനം വാങ്ങുക. ഇപ്പൊ ഈ ഒരു കാര്യം കൂടി കുട്ടി മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ ഒരു പ്രായത്തിലാണ് ചാരിറ്റി എന്ന സംഗതിയുടെ പ്രാധാന്യത്തെ പറ്റി കുട്ടി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കൈവശമുള്ള പണം അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ച പണത്തിന്റെ ഒരു ഭാഗം സൊസൈറ്റിക്ക് കൊടുക്കുക എന്ന മൂല്യം കുട്ടികൾ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു പ്രായത്തിൽ അഭ്യസിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. ഇനി നാലാമത്തെ സ്റ്റേജ് ആണ് 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആ ഒരു സമയമാണ് ഫോർത്ത് സ്റ്റേജ് ആയിട്ട് അറിയപ്പെടുക. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കുട്ടി അഭ്യസിക്കേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ്. ഈ ഒരു സ്റ്റേജിൽ കുട്ടി ബഡ്ജറ്റിങ്ങിന്റെ ബാലപാഠങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ സമയത്ത് കുട്ടിക്ക് വന്നേക്കാവുന്ന ചിലവുകൾ, ഇപ്പം കുട്ടിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ഇപ്പം ഫുട്ബോൾ കളിക്കുന്ന കുട്ടിയാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ബൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടിക്ക് വാങ്ങണമെന്ന് വിചാരിക്കുക. അതിനു വേണ്ടിയുള്ള ഒരു ബജറ്റ് തയ്യാറാക്കാൻ നമുക്ക് കുട്ടിയോട് ആവശ്യപ്പെടാം. എന്തായാലും ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്നു ആ ഒരു സമയത്ത് എക്സ്ട്രാ ആയിട്ട്, അതിനുമായി ബന്ധപ്പെട്ട ഒരു ബഡ്ജറ്റ് തയ്യാറാക്കാൻ നമുക്ക് കുട്ടിയോട് ആവശ്യപ്പെടാം. അതേപോലെ തന്നെ ഈ ഒരു സമയത്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന സംഗതിയെ പറ്റി കുട്ടി മനസ്സിലാക്കിയിരിക്കേണ്ടത്. പാരന്റ്സിന് പലതരത്തിലുള്ള നിക്ഷേപങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെ ഉണ്ടാകും. അവയൊക്കെ എന്താണ്? ഇപ്പം ബാങ്ക് ഡെപ്പോസിറ്റ് എന്താണ്, ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ്, ഇതൊക്കെ എന്താണെന്ന് കുട്ടിക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ചിട്ടി, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ സംഗതികളൊക്കെ പാരന്റ്സ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊക്കെ എന്താണ്, അതിന്റെ പ്രവർത്തനം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കുട്ടിയെ കൂടി അറിയിക്കുക. അതായത് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എന്നും പലതരം ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റിയും കുട്ടിക്ക് ഒരു ധാരണ ഉണ്ടാവട്ടെ. അത് ഈ പ്രായത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ പഠിക്കുന്ന കാലഘട്ടമായിരിക്കും. കുട്ടിയുടെ പഠനത്തെ ഒട്ടും ബാധിക്കാത്ത തരത്തിലുള്ള പാർട്ട് ടൈം ജോലികൾ വളരെ ചെറിയ രീതിയിൽ കുട്ടിയെ ശീലിപ്പിക്കുക, അതിലൂടെ ചെറിയ ഏണിങ്സ് ഒക്കെ കുട്ടിക്ക് ഉണ്ടാവട്ടെ. അങ്ങനെ പണം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിന്റെ മൂല്യം എങ്ങനെയാണെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഒരു ഗ്രാഹ്യം, ഒരു ബോധം കുട്ടിക്കുണ്ടാവും. ഇനി അഞ്ചാമത്തെ സ്റ്റേജ് ആണ്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് 19 വയസ്സിന് മുകളിലേക്കുള്ള പ്രായമാണ്. കുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്കാണ് കുട്ടി പോകേണ്ടത്. അതിന്റെ അടിസ്ഥാനമായിരിക്കണം ഈ ഒരു പ്രായത്തിൽ കുട്ടിക്ക് ലഭിക്കേണ്ടത്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ പറ്റി നല്ല രീതിയിൽ കുട്ടി മനസ്സിലാക്കണം. നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന കാര്യത്തെ പറ്റി കുട്ടിക്ക് ഗ്രാഹ്യമുണ്ടാകേണ്ടത് ഈ ഒരു സമയത്താണ്. അതുപോലെ തന്നെ
ലോണുകൾ എന്താണ്, ലോണുകൾ എടുക്കേണ്ടത് എപ്പോഴാണ്, അതിൻ്റെ ശരിയായ ഉപയോഗം എങ്ങനെയാണ് എന്നീ കാര്യങ്ങളൊക്കെ കുട്ടി മനസ്സിലാക്കേണ്ടതും പിന്നീട് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള കഴിവും പ്രാപ്തിയും കുട്ടിക്ക് ഉണ്ടാകേണ്ടതും ഈ ഒരു പ്രായത്തിലാണ്. അതോടൊപ്പം തന്നെ എമർജൻസി ഫണ്ട് എന്നൊരു സംഗതി ലൈഫിൽ ഉണ്ടാകണം. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പണത്തിന് വേണ്ടി നട്ടം തിരിയുന്ന അവസ്ഥ ഉണ്ടാകരുത്. എപ്പോഴും ഒരു കരുതൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യവും കുട്ടി ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പ്രായത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും കുട്ടി നല്ല രീതിയിൽ ഏണിങ്സ് ആരംഭിക്കുക. അവരുടെ ജോബ് കരിയർ ഒക്കെ ആരംഭിക്കുന്നത് ഈ ഒരു പ്രായത്തിലാണ്. ഇയർലി ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക, അതാണ് വേണ്ടത് എന്ന ബോധം കുട്ടിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ശരിക്കും വീട്ടിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വമേധയാ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ 1, 2, 3, 4 സ്റ്റേജുകൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ 5ാമത്തെ സ്റ്റേജിൽ സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആർജിക്കുകയും ഭാവിയിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് എത്തിപ്പെടുന്നതിന് അവന് സഹായമാവുകയും ചെയ്യും. അപ്പോൾ ഒരു കുട്ടിക്ക് 3 വയസ്സ് മുതൽ നൽകേണ്ട സാമ്പത്തിക വിദ്യാഭ്യാസം എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ രീതിയിലുള്ള ഒരു ട്രെയിനിങ് വളരെ ചെറിയ രീതിയിൽ കുട്ടിക്ക് നൽകുകയാണ് എങ്കിൽ യുവത്വത്തിൽ എത്തുമ്പോഴേക്കും അവൻ അല്ലെങ്കിൽ അവൾ സാമ്പത്തിക പക്വതയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.